എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന ആൾക്കാരെ വരെ അത് പിതാവാം ദൈവം അനുവദിച്ചിട്ടാണ് പുത്രന് അത് സാധ്യമാകുന്നത്. അഥവാ സകല രക്ഷിക്കപ്പെട്ട ദൈവമക്കളും ദൈവത്തിൻ്റെതാണ്. ഇത് നാം മനസ്സിലാക്കണം. അപ്പോൾ ക്രിസ്തു 1000 ആണ്ട് വാഴ്ചയിൽ ഈ സുവിശേഷീകരണ പദ്ധതിയിലൂടെ തിന്മയായിട്ടുള്ളതെല്ലാം നിർമാർജനം ചെയ്ത് അപ്രകാരം ഒരു രാജ്യം സ്ഥാപിക്കുന്നു എന്നതിൽ ഒരു ക്രിസ്തു രാജ്യവുമില്ല. ഒരൊറ്റ രാജ്യം മാത്രമേ ഉള്ളൂ, ദൈവരാജ്യം. നിക്കോദിമോസ് കർത്താവായ യേശു ക്രിസ്തുവോട് ചോദിക്കുന്നുണ്ട്, എന്താ ദൈവരാജ്യം എങ്ങനെയാണ് അവകാശപ്പെടുന്നത്, അതിന് അവകാശപ്പെടുത്തുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞത് എന്തുവാ? പുതുതായി ജനിച്ചിട്ടില്ല എങ്കിൽ ദൈവരാജ്യം നിനക്ക് പ്രാപ്യമല്ല. വെറുതെ ഓരോ വാക്കുകൾ പറഞ്ഞിട്ട് ഒരു ക്രിസ്തു രാജ്യവും ദൈവരാജ്യവും ഒന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ചുമ്മാതെ കേട്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സുവിശേഷീകരണത്തിന് 2 വാക്യങ്ങൾ ഞാൻ തന്നു. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ വേണ്ടി അതൊരിക്കൽ കൂടെ ഒന്ന് വായിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചതാണ്. ഒന്നുകൂടി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അവരുടെ പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു. ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അവർ വന്ന് എന്റെ മഹത്വം കാണും. ഞാൻ അവരുടെ ഇടയിൽ ഒരടയാളം പ്രവർത്തിക്കും. അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തർശീഷ്, വില്ലാളികളായ പൂൽ, ലൂദ് എന്നിവരും തൂബാൽ, യാവാൻ എന്നിവരുമായ ജാതികളുടെ അടുക്കിലേക്കും എന്റെ കീർത്തി കേൾക്കുകയും എന്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂര ദ്വീപുകളിലേക്കും അയക്കും. അവർ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിക്കും. വളരെ വ്യക്തമായിട്ട് ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന ഒരു കാലം വരുന്നു. ശ്രദ്ധിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ വെറും 3.5 സംവത്സരക്കാലം യെരുശലേമിൽ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ അവൻ നടത്തി എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഭൂരിപക്ഷവും യഹൂദന്മാരോടാണ് അവൻ സുവിശേഷം പറഞ്ഞത്. എന്നാൽ അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ജാതികളും ഉണ്ടായിരുന്നു എന്നത് നാം മനസ്സിലാക്കാം. എന്നാൽ വ്യക്തമായി കർത്താവായ യേശുക്രിസ്തുവിനെ ഫിസിക്കലായിട്ട്, ശാരീരികമായിട്ട് നമുക്ക് ആർക്കും കാണുവാൻ തക്കവണ്ണം ഇടവന്നിട്ടില്ല, ഇല്ലേ? അപ്പോൾ ഇനി കർത്താവായ യേശുക്രിസ്തു ശാരീരികമായി ഇവിടെ വാഴുന്ന ഒരു സമയമാണ് 1000 ആണ്ട് വാഴ്ച. അന്ന് സുവിശേഷീകരണം നിർബന്ധമാണ്. ഒരു ഡേക്സ് ബൈബിൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ മലയാളം ബൈബിളിലും ഇംഗ്ലീഷ് ബൈബിളിലും ഒക്കെ ഉണ്ട്. ഓരോരോ പാസേജിന്റെ മുകളിൽ 1000 ആണ്ട് വാഴ്ച, മിലീനിയൽ ടൈം എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഭാഗം ഡൗട്ട് ഉണ്ട് എങ്കിൽ ആ ഭാഗം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന് മുകളിൽ അത് കൃത്യമായി വായിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഡെക്സിന്റെ ബൈബിൾ ആയതുകൊണ്ട് അങ്ങനെ എടുക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ വേദപുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് ശാരീരികമായി ദൈവത്തോട് ഒരുമിച്ച് വാഴുവാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുന്ന സമയമാണ് 1000 ആണ്ട് വാഴ്ച. അടുത്തൊരു വാക്യം കൂടെ നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞത് 12-ാം അധ്യായത്തിന്റെ 4 മുതൽ 5 വരെയുള്ള 4-5 വാക്യങ്ങൾ. അതേ യെശയ്യാവിന്റെ പുസ്തകം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ. അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പിൻ. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. അപ്പോൾ കൃത്യമായി അവിടെ നാം മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, അതിന് തൊട്ട് മുകളിൽ മിലീനിയൽ ടൈം എന്ന് എഴുതിയിട്ടുണ്ട് 12-ാം അധ്യായത്തിന്റെ. ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി എന്റെ യേശുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രസിദ്ധമാക്കിയേ പറ്റൂ. 12 അപ്പോസ്തലന്മാരും യഹൂദന്മാരാണ്. ദാവീദ് യഹൂദനാണ്. അപ്പോൾ ഇവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള നിബന്ധനകളും അവർ എവിടെയാണ് വാഴേണ്ടത് എന്നുള്ളതൊക്കെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് യെരുശലേമിനെ ചുറ്റിയുള്ളതാണ്.
യെരൂശലേം എന്ന് പറയുന്നത് ഹ്രസ്വമായ ഒരു രാജ്യമാണ്. എന്നാൽ ലോകം മുഴുവനുള്ള ജാതികളെ, അവിടെയും യഹൂദന്മാരുണ്ട്, അവരെ ഒരുമിച്ച് അവൻ ചേർക്കുന്ന ഒരു സമയമാണ് 1000 ആണ്ട് വാഴ്ച. ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായി നാം വായിച്ചു. ഒരാട്ടിൻ കൂട്ടവും ഒരിടയനും. ഒന്നുകൂടെ വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 15-16 വാക്യം. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. ഓക്കെ, അപ്പോൾ ഇതാണ് വാക്യം. ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഇന്ന് ആത്മാവിലാണ് നാം അത് അറിയുന്നത്, വചനപ്രകാരം നാം വായിച്ചാണ് അത് അറിയുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, 2 ഗ്രൂപ്പുകളിലുള്ള ആടുകളുണ്ട്. ഒരു സാമാന്യ ബുദ്ധിയിൽ ദൈവത്തിന്റെ മക്കളും അഥവാ ഉൽപ്രാപണം പ്രാപിച്ച ആ ദൈവത്തിന്റെ മക്കളും രക്ഷിക്കപ്പെടുവാനുള്ള ഇതര കുഞ്ഞുങ്ങളും അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഞാൻ അവരുടെ ഇടയൻ. അപ്പോൾ ആ ആടുകൾക്കും ഈ ആടുകൾക്കും ഇടയനായിട്ട് ആരാ ഉള്ളത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഒരൊറ്റ സമയത്ത് മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. അതാണ് 1000 ആണ്ട് വാഴ്ച. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു ശാരീരികമായി ഇവിടെയില്ല. എന്നാൽ അവൻ പറയുകയാണ്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ആ ശബ്ദമാണ് സുവിശേഷം. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ആ ഇടയ ശ്രേഷ്ഠനെ കാണുവാനുള്ള ഒരു സമയമാണ് 1000 ആണ്ട് വാഴ്ച എന്നത് നാം മനസ്സിലാക്കണം. അപ്പോൾ കൃത്യമായി ആ ഭാഗം, അങ്ങനെ ഒരു ഭാഗം തന്റെ 3.5 വർഷത്തെ സുവിശേഷ വേലയിൽ ഇവിടെ സംഭവിച്ചിട്ടില്ല. ഭാഗികമായ ആ സുവിശേഷമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, ലോകം മുഴുവനുള്ളത്. ഒരാട്ടിൻകൂട്ടം തേജസ്കരണം പ്രാപിച്ചവർ, ഒരാട്ടിൻകൂട്ടം തേജസ്കരണം പ്രാപിക്കാത്തവർ. പക്ഷെ അവർക്ക് എന്തുണ്ട്? ഒരു നിത്യതയുടെ അനുഭവമുണ്ട്. അത് നമ്മൾ അടുത്ത ചില ക്ലാസ്സുകളിൽ നാം അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടാണല്ലോ ഈ പോർഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആട്ടിൻകൂട്ടം 2 തൊഴുത്തുകൾ എന്ന് പറയുമ്പോൾ അവ എന്റെ ശബ്ദം കേൾക്കും. അതിന്റെ അർത്ഥം അവന്റെ ശബ്ദം വചനത്തിലൂടെയല്ല, ശാരീരികമായി തന്നെ കേൾക്കുന്ന ഒരു സന്ദർഭമാണ് അത്. ഈ 2 ആട്ടിൻകൂട്ടങ്ങൾക്കും നാഥനായി ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരൊറ്റ സന്ദർഭത്തിലേ ഇത് സംഭവിക്കുന്നുള്ളൂ. അതാണ് 1000 ആണ്ട് വാഴ്ച. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാം, എപ്പോഴെങ്കിലും ചോദിക്കാം. സന്തോഷമേ ഉള്ളൂ അത് വിവരിക്കുവാൻ തക്കവണ്ണം. ആ 2 വാക്യങ്ങളുടെ ഏതാണ്ട് അർത്ഥം വേദപുസ്തകം നൽകുന്നത് ഞാൻ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു, ആലയത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിരിക്കും അടുത്തത്. ആലയത്തെ കുറിച്ച് നാം ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് അക്ഷരികമായ ആലയങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു നല്ല ധാരണ നിങ്ങൾക്കുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ ധാരണയെ ഒന്ന് പുതുക്കുവാൻ തക്കവണ്ണം, എവിടെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലം ഒന്ന് ഫില്ല് ചെയ്യാൻ തക്കവണ്ണം ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരു പൂർണ്ണ ക്ലാസ് അങ്ങനെ എടുക്കാനേ പറ്റില്ല. എന്നാലും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുൻപാകെ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 5 ദൈവാലയങ്ങൾ അഥവാ ദേവാലയം. പണ്ട് ദേവാലയം എന്ന് പറഞ്ഞോടനെ അരൂർന്ന് ഒരു വിശ്വാസി എന്നെ വിളിച്ചു പറഞ്ഞു, ദേവാലയം എന്ന് പറഞ്ഞ വാക്ക് തെറ്റാണ്, ദൈവാലയം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദേവനും ദൈവവും ഒക്കെ ഒരുപോലെ. അത് ദേവന്മാർ ജാതി എന്നുള്ള ഞങ്ങളൊരു ദേവനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ദേവാലയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്രാസഭംഗിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വാസ്തവത്തിൽ അബദ്ധജടിലം എന്ന് പറയാമെന്നല്ലാതെ
വിധ ദേവാലയങ്ങളെ കുറിച്ച് വേദപുസ്തകം വ്യക്തമായിട്ടുള്ള സൂചന നൽകുമ്പോൾ അതിൽ ആദ്യത്തെ ദേവാലയം, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ സ്മൃതിപഥത്തിൽ കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ആദ്യത്തെ ദേവാലയം സമാഗമന കൂടാരമല്ല. ദേവാലയം എന്ന് പറയുന്നത് യെരുശലേമിൽ ശലോമോൻ പണി കഴിപ്പിച്ച ദേവാലയം. BC 1004 ഇതിനൊക്കെയാണ് വർഷക്കണക്കുകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ഇതിനെന്തുവാ വലിയ പ്രാധാന്യം ചോദിച്ചാൽ ഈ വർഷക്കണക്കുകൾ അറിയാതെ ഇതിന്റെ പ്രാധാന്യവും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് BC 1004 ശലോമോൻ ദേവാലയത്തിന്റെ പണി അവിടെ തീർത്തത്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ലോകത്തിലുള്ള സകല കെട്ടിടങ്ങളെക്കാളും സമുച്ചയങ്ങളെക്കാളും ഏറ്റവും വിലയേറിയതായിരുന്നു ശലോമോന്റെ ദേവാലയം. 1925 ഇലിനോയ്സ് സൊസൈറ്റി ഓഫ് ആർക്കിടെക്ട്സ് വളരെ വ്യക്തമായി ഈ മന്ദിരത്തിനൊരു വിലയിട്ടു. ആ വില സ്വർണവും വെള്ളിയും മാത്രം. അന്നത്തെ കാലത്താണ് 1925, ഇന്നേക്ക് 99 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ഞാൻ പറഞ്ഞാല് നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ താമസിക്കുന്ന ഈ ഭവനമൊക്കെ അന്ന് ഞാൻ വാങ്ങിക്കുന്നത് 2200 രൂപ സെന്റിന് കൊടുത്താ വാങ്ങിച്ചത്. അത് 1980. 1980 ഈ സ്ഥലം വാങ്ങിച്ചത് 2500. ഇന്ന് 50 ലക്ഷം കൊടുത്താലും ഈ ഇവിടുത്തെ സെന്റിന്റെ വില ആകില്ല. ഞാൻ പറഞ്ഞതിന്റെ സാരം, ക്രമാതീതമായി ഈ സ്ഥലങ്ങളുടെ വിലയെല്ലാം കൂടുമ്പോൾ 1925 വിലയിട്ടത് സ്വർണവും വെള്ളിയും 34 ബില്യൺ. അത് 2,04,000 കോടി അന്നത്തെ വിലയാണ്. അടുത്തത് കൃത്യമായിട്ട് ആലയത്തിന്റെ ടോട്ടൽ കോസ്റ്റ് 87 ബില്യൺ. അത് 5,22,000 കോടി. ഇത് കൃത്യമായിട്ടാണോ സാറേ? 2,04,000 പകരം 2,03,000 ഞാനൊരു ബുക്കിൽ വായിച്ചല്ലോ. ഈ ചോദ്യത്തിനൊന്നും പ്രസക്തിയൊന്നുമില്ല, ഞാനങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ. ഏകദേശം അവര് പറഞ്ഞ വില അങ്ങോട്ട് പറയാം. അന്നത്തെ വില $1 trillion ആണ് അതിനവരിട്ടിരിക്കുന്ന വില. എന്ന് പറഞ്ഞാൽ 75 ലക്ഷം കോടി എന്ന 1925. 1980 ഞാൻ വാങ്ങിച്ച ഈ സ്ഥലം 2,500 രൂപ സെന്റിനാണ്. ഇപ്പോഴതിന്റെ വില 50 ലക്ഷത്തിൽ കൂടുതലാണ് സെന്റിന് എന്ന് പറയുമ്പോൾ കൃത്യമായി നാം മനസ്സിലാക്കണം, 75 ലക്ഷം കോടി രൂപയാണ് അന്ന് ശലോമോന്റെ ദേവാലയത്തിന് ചെലവായത് എങ്കിൽ 1925 വിലയിട്ടത്. 99 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ വില എത്രയാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ തക്കവണ്ണം സാധിക്കുമോ? പക്ഷെ ദേവാലയം അവിടെ ഇല്ല. ഞാൻ പറഞ്ഞതിന്റെ സാരം, അത്രത്തോളം വില മതിക്കുന്ന ദേവാലയമാണ് അവിടെ കൃത്യമായിട്ട് നടപ്പാക്കിയിരിക്കുന്നത്. നാം ഇപ്പോൾ ഹമാസിന്റെയും ഹിസ്ബുള്ളുടെയും എല്ലാ യുദ്ധങ്ങളെ കുറിച്ചും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള പല ഒപ്പീനിയൻസും നമ്മുടെ ഉള്ളിൽ എടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു ഡോക്യുമെന്ററി പ്രൂഫ് ശലോമോന്റെ ദേവാലയത്തിന് അവകാശപ്പെടുവാനുണ്ട് എങ്കിൽ അത് ദാവീദിന് മാത്രമേ അവകാശപ്പെടാൻ തക്കവണ്ണുള്ളൂ. ഏകദേശം BC 1000 അതിനൽപ്പം മുൻപ്, BC 1000, 1030, 1040 ആ വർഷങ്ങളിൽ ദാവീദ് ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങി എന്ന് വേദപുസ്തകം പറയുന്നു. അതിന് 2 ശമൂവേൽ 24:24 എന്ന് വായിച്ചാൽ, രാജാവ് അരവനയോട്, അങ്ങനെയല്ല, ഞാനത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ. എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് അടുത്ത വാക്യം കൂടെ വായിച്ചു, 25 കൂടെ വായിച്ചു. 50 ശേക്കൽ വെള്ളിക്ക് വാങ്ങി ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രായേലിനെ വിട്ടുമാറുകയും ചെയ്തു. അപ്പോൾ വ്യക്തമായി ദൈവത്തിന്റെ യാഗപീഠം, യാഗം കഴിക്കുവാനുള്ള സ്ഥലമാണ് അന്ന് വാങ്ങിച്ചതാണ് ഓർന്നാന്റെ കളം. അപ്പോൾ ഇത്
അവിടെ നാം കാണുന്നത് 50 ശേക്കൽ വെള്ളിക്ക് ദാവീദ് വില കൊടുത്ത് വാങ്ങിയതാണ്. ദാവീദിന് വേണ്ടി വാങ്ങിയതല്ല, ദൈവത്തിന് വേണ്ടി വാങ്ങിയതാ. ഇപ്പൊ നമ്മൾ ദൈവസഭയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളും വാങ്ങിക്കാനുണ്ട്. അത് പ്രസിഡന്റ് ജോർജ് ഫിലിപ്പ് വാങ്ങിയൊന്നുമല്ല. പ്രസിഡന്റ് ജോർജ് ഫിലിപ്പ് ദൈവസഭയ്ക്ക് വേണ്ടി എന്നാണ് അവിടുത്തെ ആ സമയത്തെ പ്രസിഡന്റ് ആരോ, ആ പ്രസിഡന്റ് ദൈവസഭയ്ക്ക് വേണ്ടിയാ വാങ്ങിച്ചത് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് വേണ്ടിയാ വാങ്ങിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ അങ്ങ് വാങ്ങിക്കുമ്പോൾ 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിന്റെ 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുണ്ട്. എല്ലാം വായിക്കണ്ട. അതിനകത്ത് ഈ കോസ്റ്റിനെ കുറിച്ച് പറയുന്ന വാക്യം മാത്രം നോക്കിയെടുത്ത് വായിച്ച് 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിന്റെ 18 മുതൽ 26 25-ാമത്തെ വാക്യം. സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വായിപ്പിച്ചു പോവുക. വായിച്ചോ, 25-ാം വാക്യം വായിച്ചു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്ന് ഒർന്നാന് കൊടുത്തു. അപ്പോൾ ഓർമാന്റെ ആയിരുന്നു ഈ 2 സ്ഥലങ്ങളും. 600 ശേക്കൽ പൊന്നാണ് അന്ന് കൊടുക്കുന്നത്. അന്നത്തെ കണക്കനുസരിച്ച് 6.5 ഏക്കർ സ്ഥലം. അതാണ് അവിടെ ഏതാണ്ട് വ്യാപ്തി അനുസരിച്ച് നമുക്ക് കിട്ടുന്നത്. 24-ാം വാക്യത്തിൽ സെയിം തിങ് ദാവീദ് ഒർന്നാനോട് പറയുന്നത്. അതും കൂടെ ഒന്ന് വായിച്ചോ, 24-ാം വാക്യം. അങ്ങനെ ദാവീദ് രാജാവ് ഒർന്നാനോട്, അങ്ങനെയല്ല, ഞാൻ മുഴുവിലയ്ക്ക് അത് വാങ്ങുകയുള്ളൂ. നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്ന് ഓർന്നാന് കൊടുത്തു. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഏകദേശം BC 1040 ആ വർഷങ്ങളിലാണ്. അപ്പോൾ കൃത്യമായിട്ട് നാം മനസ്സിലാക്കണം, ആദ്യമായിട്ട് യെരൂശലേമിൽ ദേവാലയം അവിടെ പണിയുമ്പോൾ അത് ദൈവത്തിന്റെ ദാസനായ ദാവീദ് വില കൊടുത്തു വാങ്ങിയ സ്ഥലം. അത് ചരിത്രം പിന്നീട് പല ആളുകളും അറബികളെല്ലാം അവിടെ വന്ന് കൈവശമാക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് ടോപ്പ് ഓഫ് ദ റോക്ക് അവിടെയൊക്കെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഡോക്യുമെന്ററി വൈസ് ഇത് ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. അഥവാ ദാവീദ് ദൈവത്തിന് വേണ്ടി വാങ്ങിയതാണ് എന്ന് മനസ്സിലാക്കിയാൽ 2 ദിനവൃത്താന്തം 3 ഒന്നും കൂടെ ഒന്ന് വായിച്ചു. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. അപ്പോൾ ആലയം പണിയുന്നത് ദൈവത്തിനു വേണ്ടി പൂർണ്ണമായ വില കൊടുത്ത സ്ഥലത്ത് ശലോമോൻ ദേവാലയം പണിയുവാൻ തക്കവണ്ണം തുടങ്ങി എന്നത് വ്യക്തമാക്കുമ്പോൾ ഈ ദേവാലയത്തിന്റെ ഓണർഷിപ്പ് വേറെ ആർക്കുമല്ല, നമ്മുടെ ദൈവത്തിന് തന്നെയാണ് എന്നത് നാം മനസ്സിലാക്കുമ്പോൾ പിന്നീട് നാം കാണുന്നത് 1004 പൂർത്തിയാക്കിയ, ഞാൻ എല്ലാം വിശദീകരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല, അതെല്ലാം നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ആവശ്യം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. 1004 പണി കഴിപ്പിച്ച ദേവാലയത്തിന്റെ നിബന്ധനകൾ ദൈവം കൊടുത്തത് യഹൂദൻ തെറ്റിക്ക മൂലം എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവിനെ മനസ്സിലാക്കാതെ സൃഷ്ടിയെ ഭജിക്ക മൂലം ദൈവം ഏറ്റവും വ്യക്തമായി ലോകത്തിലേക്കും ഏറ്റവും വില കൂടിയ ആ ബിൽഡിങ് യാതൊരു കാരണവശാലും ദൈവത്തിന് യാതൊരു പ്രാധാന്യവും അതിന് കൊടുക്കാതെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഓർഡർ ഇട്ടു എന്നത് മനസ്സിലാക്കിയാൽ BC 586 നെബൂഖദ്നേസർ വന്ന് ഈ ആലയത്തെ പൂർണ്ണമായി നശിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാനുള്ളത് കൊണ്ട് ഞാൻ അപ്രകാരം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നെബൂഖദ്നേസർ രാജാവ് നോക്കുന്നുണ്ടെ അവിടെ സ്വർണവും വെള്ളിയും ആലയത്തിൽ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ പാത്രങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണല്ലോ അങ്ങോട്ടേക്ക് പോകുന്നത്. നെബൂഖദ്നേസറിന്റെ 2ാമത്തെ തലമുറ ബേൽഷസർ ഈ വിശുദ്ധ പാത്രങ്ങളെല്ലാം കൂടെ വെപ്പാട്ടികൾക്കും എല്ലാം കൂടെ കൊടുത്ത് അവിടെ വീഞ്ഞ് കഴിക്കാൻ തക്കവണ്ണം ഈ പാത്രങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ മെനെ തെക്കേലൂർ ഫസീൽ എന്നുള്ള വാക്കൊക്കെ വന്നു. ഏതായാലും ബേൽഷസർ അന്ന് രാത്രി അവിടെ കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് മേദ്യ പാർസ്യ രാജാക്കന്മാർ അവിടെ ഭരണം ഉറപ്പിച്ചു എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആദ്യത്തെ ദേവാലയം എന്ന് പറയുന്നത് BC 1004 ശലോമോൻ പൂർത്തീകരിച്ച ദേവാലയം ഇത്രത്തോളം ധനം കൊടുത്ത്, അഥവാ ഇപ്രകാരം ലോകത്തിലെ
ഏറ്റവും മേൽത്തരമായ ആലയമാക്കി തീർക്കുമ്പോഴും ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതിരിക്കുന്നത് കൊണ്ട് യാതൊരു കരുണയും കൂടാതെ ഉന്മൂലനാശം ആ ആലയത്തിന് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായി നാം മനസ്സിലാക്കണം. ശ്രദ്ധിക്കണേ. അപ്പോൾ ആലയം പാടെ നശിപ്പിച്ചു. എന്നാൽ ആലയത്തിന്റെ കിഴക്കുവശത്തുള്ള ഒരു ശലോമോന്റെ മണ്ഡപം 800 അടി നീളവും 30 അടി വീതിയുമുള്ള കിഴക്കേ ഭിത്തിയുടെ മുകളിലുള്ള, ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്, വ്യക്തമായി എനിക്ക് അറിയുകയും ചെയ്യാം, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കിഴക്കുള്ള ആ വലിയ ശലോമോന്റെ മണ്ഡപമാണ് ജാതികൾക്കും ആളുകൾക്കും എല്ലാം കൂടി വരുവാൻ തക്കവണ്ണം പ്രത്യേകമായി നിർദ്ദേശിച്ച സ്ഥലം. മാർബിൾ തൂണുകളിൽ അതിമനോഹരമായിട്ട് ആ ശലോമോന്റെ മണ്ഡപം തീർത്തത് കണ്ടപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഈ ശലോമോന്റെ ദേവാലയം ചുട്ടിക്കരിച്ച് കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെയുള്ള ഒരു നാശം പിന്നീട് ഹെരോദ്യൻ ദേവാലയത്തിനുണ്ടായി എന്നത് നമുക്കറിയാം. എന്നിരുന്നാലും അന്നും ആയതുപോലെ നശിപ്പിച്ചപ്പോൾ ഈ ശലോമോന്റെ മണ്ഡപം മാത്രം തൊടുവാൻ തക്കവണ്ണം നെബൂഖദ്നേസർ തുനിഞ്ഞില്ല. എന്താ ഇതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. ഇത്ര മനോഹരമായ മാർബിൾ, കാരണം യഹൂദന്റെ ഏറ്റവും വലിയ അഭിമാന സ്തംഭം എന്ന് പറയുന്നത് ഈ ദേവാലയമാകുമ്പോൾ ആ ദേവാലയത്തെ പാടെ നശിപ്പിക്കുമ്പോൾ യഹൂദന്മാരെ നിർവീര്യമാക്കുന്ന ഒരു പ്രവണത കൃത്യമായും നെബൂഖദ്നേസർ ഉണ്ട്. എന്നാൽ ഇത്ര മനോഹരമായ ഈ ആർക്കിടെക്ചറൽ ഭംഗിയുള്ള കെട്ടിടം നശിപ്പിക്കുവാൻ തക്കവണ്ണം നെബൂഖദ്നേസർ അന്ന് തുനിഞ്ഞില്ല. ഓർഡർ ആയിരുന്നു, ഡോണ്ട് ഡു എനിത്തിങ്. അപ്പോൾ ആ ശലോമോന്റെ മണ്ഡപം ആയതുപോലെ അവിടെ വെച്ചു എന്ന് നാം മനസ്സിലാക്കണം. ഇനിയും ആലയത്തെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ പിന്നീട് പറയാനുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഈ ശലോമോന്റെ മണ്ഡപം എന്തിനാണ് അവിടെ അപ്രകാരം സൂക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ, എൻ്റെ അറിവിൽ അഥവാ അനേകം വേദ പണ്ഡിതാക്കളുടെ ചിന്തയിൽ ഈ ശലോമോന്റെ മണ്ഡപം ഏകദേശം 30,000 മുതൽ 50,000 ആളുകൾക്ക് വരെ അവിടെ ഇരിപ്പാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ കഴുത്തുമുട്ട് സഭയുടെ നീളം 60 അടിയും വീതി 30 അടിയുമാണ്. അപ്പോൾ 60 അടി എന്ന് പറയുന്നത് 800 അടിയാണ് ഇതിന്റെ നീളം. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത്രയും ആൾക്കാർക്ക് ഇരിക്കുവാൻ പറ്റുന്ന ഒരു മണ്ഡപമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. അനേക സംഭവങ്ങൾ ദേവാലയത്തെ കുറിച്ച് അവിടെ വന്നിട്ടുണ്ട് എങ്കിലും ഞാൻ പെട്ടെന്ന് ജമ്പ് ചെയ്ത് പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ ക്രൂശിൽ തറച്ച് കൊല്ലുമ്പോൾ ആദ്യത്തെ പത്രോസിന്റെ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് അവർ കൂടിയിരുന്ന മാളികയൊന്നുമല്ല. മാളികയെ ഞാൻ കണ്ടതാ. അവിടെ ഇരിക്കാൻ തക്കവണ്ണം പറ്റുന്ന ആൾക്കാർ ഇന്നും ആ മാളിക അവിടെ ഉണ്ട്. ഏകദേശം ഒരു 50 അല്ലെങ്കിൽ തിങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ഒരു 60 പേര്. അന്ന് ആദ്യത്തെ മാനസാന്തര പ്രസംഗത്തിൽ എത്ര പേരാണ് രക്ഷിക്കപ്പെട്ടത് നിങ്ങൾക്കറിയാം? 3000 പേര്. അവർ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു എന്ന് പറയുക. അപ്പോൾ മൊത്തം ആളുകളും അങ്ങ് രക്ഷിക്കപ്പെടുകയൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കുറഞ്ഞതൊരു 10,000-50,000 ആൾക്കാര് അവിടെ തടിച്ചു കൂടാൻ തക്കവണ്ണം ഈ ഒരൊറ്റ സ്ഥലമേ അവിടെയുള്ളൂ. അല്ലെങ്കിൽ യെരുശലേം മലകളാലും അപ്രകാരമുള്ള നാരോ സ്ട്രീറ്റ്, അപ്രകാരമുള്ള അസൗകര്യം നിറഞ്ഞ ഒരു സ്ഥലമാകുമ്പോൾ ഏക സ്ഥലമുള്ളത് ശലോമോന്റെ മണ്ഡപമാണ്. കർത്താവായ യേശു പോലും അവിടെ പോയിട്ടുണ്ട് എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. അപ്പോൾ ആദ്യത്തെ മാനസാന്തര പ്രസംഗമാണ് എവിടെ നടന്നത്? ഈ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നത്. അന്ന് എത്ര പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയോട് ചേർന്നു? 3000 പേർ ഒരൊറ്റ പ്രസംഗത്തിൽ. അപ്പോൾ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കുവാനുള്ള ഒരു സ്ഥലം അവിടെ നിശ്ചയമായും വേണം എന്ന് കൃത്യമായി ദൈവം അറിഞ്ഞതുകൊണ്ട് നെബൂഖദ്നേസർ ദൈവത്തിന്റെ ദാസൻ എന്ന് ദാനിയേൽ പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു കാണും, നീ ഈ ശലോമോന്റെ മണ്ഡപം തൊടരുത്. കാരണം എന്റെ പേരിൽ രക്ഷിക്കപ്പെടുവാനുള്ള ഒരു സുവിശേഷ പ്രസംഗം
ഒന്നും അറിയാത്ത ഒരു പത്രോസ് ഇവിടെ വന്ന് പ്രസംഗിക്കാനുണ്ട്. അന്ന് ഇവരെ കൃത്യമായിട്ട് മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അങ്ങനെ കൂടി വരുവാൻ പറ്റിയ യാതൊരു സ്ഥലങ്ങളും ഇസ്രായേലിൽ ഇല്ലാതിരിക്കുമ്പോൾ ശലോമോന്റെ മണ്ഡപത്തെ ദൈവം ഈ പ്രശ്നവും കൂടാതെ മാറ്റി നിർത്തി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-42 വായിച്ചേ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു. അപ്പോൾ ഇത്രയും പേര് മാനസാന്തരപ്പെട്ട സ്നാനപ്പെട്ട ആ ബിഗ് ക്രൗഡിൽ നിന്ന് വരുവാൻ തക്കവണ്ണം അവർക്ക് അസംബിൾ ചെയ്യുവാൻ തക്കവണ്ണം ഒരു സ്ഥലം ദൈവം മുന്നമേ കണ്ട് ശലോമോന്റെ ദേവാലയത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഈ മണ്ഡപം പ്രത്യേകമായി സൂക്ഷിച്ചു എന്നത് ഒരു അറിവിന് വേണ്ടി ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ കൃത്യമായിട്ട് അത് അപ്രകാരം നാം മനസ്സിലാക്കുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് ശലോമോന്റെ മണ്ഡപം BC 586 1004 നിർമ്മിച്ച ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടത് എങ്കിൽ എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? 418 സംവത്സരം മാത്രമേ ഇത്ര ഗംഭീരമായ, ഇത്ര വിലയേറിയ, ലോകത്തിലേക്കും വലിയ ഒരു അതിശയം എന്ന് തന്നെ പറയട്ടെ, ആ അതിശയത്തെ ദൈവം ഭൂമിയിൽ നിർത്തിയത് വെറും 418 സംവത്സരങ്ങളാണ്. വ്യക്തമായി നാം മനസ്സിലാക്കണം. പുതിയ നിയമത്തെ സംബന്ധിച്ചോളം നമ്മളൊക്കെയാണ് ദൈവത്തിന്റെ മന്ദിരം. എത്രത്തോളം കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് അവകാശപ്പെടാൻ തക്കവണ്ണമുണ്ട് എങ്കിലും ദൈവത്തിന്റെ കൽപ്പനകളും നിയോഗങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും എവിടെയെങ്കിലും നാം തെറ്റിക്കുന്നു എങ്കിൽ നിസ്സാരമായി ഈ ആലയത്തെ നശിപ്പിച്ചതുപോലെ നാമും നശിപ്പിക്കപ്പെടാൻ തക്കവണ്ണം അതൊരു സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ BC 586 ആലയം മാത്രം നശിപ്പിച്ചു. ഈ സോളമൻ സ്പോർട്സ് എന്ന് പറയുന്നത് 800 അടി മുതൽ 30 അടി വരെയാണ്. അപ്പോൾ ബാബിലോൺ പ്രവാസകാലം എന്ന് പറയുന്നത് 586 തുടങ്ങി 70 സംവത്സരത്തെ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു പ്രവാസകാലമാണ് പറയുന്നത്. അപ്പോൾ അവിടെ യഹൂദന്മാർ എന്നിവരെ ഉണ്ടായിരുന്നു BC 516 വരെ, 70 കൊല്ലം എന്ന് പറയുമ്പോൾ ബാബിലോണിലേക്ക് ഇവരെ കൊണ്ടുപോയ സമയം വളരെ വ്യക്തമായി ഒരൊറ്റ യഹൂദനും അവിടെ പാർക്കാതെ വണ്ണം ചുട്ടുകരിച്ച് ഒരു മരുഭൂ സമാനമാക്കിയ ശേഷമാണ് നെബൂഖദ്നേസർ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ BC 516 സെറുബാബേൽ എന്ന് പറഞ്ഞാൽ, സെറുബാബേൽ എന്ന ആ നാമത്തിനൊരർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? ബാബിലോണിൽ ജനിച്ചവൻ, അതാണ് സെറുബാബേൽ എന്ന് പറയുന്നത്. ബാബിലോണിൽ ജനിച്ചവൻ എന്ന അർത്ഥമാണ് സെറുബാബേൽ എന്ന് പറഞ്ഞാൽ. ഈ 70 വർഷത്തെ പ്രവാസകാലത്തിന്റെ ഏതാണ്ട് ഒരു മധ്യഭാഗത്താണ് സെറുബാബേൽ അവിടെ ജനിച്ചത് എന്ന് പറയുമ്പോൾ, ഈ സെറുബാബേലിനെ അന്നത്തെ മേദ്യ പാർസ്യ രാജാക്കന്മാർ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പേര് വരെ ഞാൻ തരാം, അവിടെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് തോന്നിപ്പിച്ചത് കൊണ്ട് ഇവരുടെ പ്രവാസകാലം തീരുന്നതിന് അല്പം വർഷങ്ങൾ മുന്നമേ സെറുബാബേലിനെ വീണ്ടും എങ്ങോട്ടേക്ക് അയച്ചു? യെരൂശലേമിൽ അയച്ചു. അപ്പോൾ ആദ്യത്തെ ആലയം അങ്ങ് തീർന്നു. രണ്ടാമത്തെ ആലയമാണ് സെറുബാബേൽ പണിത ദേവാലയം. സെറുബാബേലിനെ ഇതിനായി പ്രേരിപ്പിച്ചവരാണ് സഖരിയാവ്, ഹഗായി എന്നീ പ്രവാചകന്മാർ. അവിടെ പ്രവാചക പുസ്തകങ്ങളിൽ വ്യക്തമായിട്ട് അതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി സെറുബാബേൽ ആലയം പണിയുന്നത് ഈ സമയത്താണ്. BC വളരെ കൃത്യമായിട്ട് 516 കൂടെ അവർ ആലയത്തിന്റെ പണി തീർത്തു. അവിടെയും നെഹമ്യാവിനെ എതിർത്തതുപോലെയുള്ള എതിർപ്പുമൊക്കെ എസ്രായുടെ പുസ്തകത്തിൽ അത് നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു മനോഹരമായ ഒരു പ്രവചനമുണ്ട്. അതുകൊണ്ടാണ് സെറുബാബേൽ പണിത ദേവാലയത്തെ കുറിച്ച് കൃത്യമായി നാം അറിയണം. അത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. ആലയം പണിയുവാൻ ഉത്തരവിട്ടത് പാർസി രാജാവായ ഖോരശാണ്. അപ്പോൾ മേദ്യ പാർസ്യ രാജ്യം ഈ ബാബിലോണിയരിൽ നിന്ന്
ബെൽഷസ്സർ കൊല്ലപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെയൊക്കെ കൃത്യമായിട്ട് ദാനിയേലിന്റെ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ അപ്പോൾ ഇവർ രാജഭരണം ഏൽക്കുമ്പോൾ കോരശ് വളരെ സമർത്ഥനായിരുന്നു, വളരെ കഴിവുള്ളവനായിരുന്നു. അപ്പോൾ തൻ്റെ ആജ്ഞകൾ ഉടനടി നിവർത്തിക്കത്തക്കവണ്ണം ഏറ്റവും വലിയ ഒരു ഭരണാധികാരിയായപ്പോൾ കോരസ് ഓർഡർ ഇട്ടു, ഓക്കെ, യു ഗോ ആൻഡ് കൺസ്ട്രക്ട് ദിസ് ടെമ്പിൾ. അപ്പോൾ അങ്ങനെയാണ് ഈ ആലയം പണിയുവാൻ തക്കവണ്ണം ആര് കടന്നു വരുന്നത്? സെറുബ്ബാബേൽ. പ്രചോദനമായി തീർന്നതാ അന്നത്തെ പ്രവാചകന്മാർ. ഞാൻ പറഞ്ഞല്ലോ, ഹഗ്ഗായി, സഖരിയാവ് എന്നീ പ്രവാചകന്മാർ. ഇവിടെ വളരെ വ്യക്തമായി ഒരു പ്രവചന ഭാഷ്യമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അറിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു ദൈവത്തിന്റെ മകൻ ഇത് അറിഞ്ഞേ പറ്റൂ. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ എടുക്കുന്നത്. വളരെ കൃത്യമായി എസ്തേയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചു. പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗ്ഗത്തിൽ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദായിലെ യെരൂശലേമിൽ അവന്റെ ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. ഇവിടെ ഒരു വാക്ക് മനസ്സിലാക്കണം. ലോകത്തിന്റെ മുഴുവൻ ഭരണ അധികാരവും ഈ രാജാക്കന്മാർക്കാണുള്ളത്. അപ്പോൾ യെരൂശലേമാണ് ഭൂമിയുടെ സെന്റർ എന്ന് ഈ 1000 ആണ്ട് വാഴ്ചയിലെ ഭരണ സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായി അതിന് മുൻപ് അങ്ങനെയായിരുന്നു ആ രാജാക്കന്മാർ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ തൻ്റെ കൃത്യമായിട്ടുള്ള ഓർഡർ താൻ കൊടുക്കുന്നത് BC 533. ഇത് നിങ്ങളുടെ പേപ്പറിൽ ഒന്ന് എഴുതി വെച്ചോളൂ. അത്യാവശ്യമായിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. BC 533. ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടപ്പോഴാണ് നെഹമ്യാവിനുണ്ടാവാനുള്ള പ്രശ്നം അവിടെ ഉണ്ടായത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വായിക്കാം. എസ്ഐയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വെറുതെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി ഞാൻ തരുന്നു എന്നുള്ളതേ ഉള്ളൂ. എസ്ഐയുടെ പുസ്തകം 4:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമീന്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബ്ബാബേലിന്റെയും പിതൃഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ. നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങൾ അവന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശ്ശൂർ രാജാവായ എസർഹദ്ദോന്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നു എന്ന് പറഞ്ഞു. അതിന് സെരുബ്ബാബേൽ യേശുവയും ശേഷം ഇസ്രായേൽ പിതൃഭവന തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാർസി രാജാവായ കോരശ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് അത് പണിതുകൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അതിന്റെ തുടക്കം. 1-ാം വാക്യത്തിലാണ് നാം വായിക്കുന്ന യഹൂദയുടെയും ബെന്യാമീന്റെയും വൈരികൾ. നമുക്കറിയാം, നെഹമ്യാവ് പട്ടണം അതിൽ പണിയുവാൻ തുടങ്ങുമ്പോൾ അത് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ കൃത്യമായിട്ട് വളരെ കൃത്യമായി ആ വൈരികൾ കാരണം അവർക്ക് ആ പണി ഏകദേശം 16 കൊല്ലങ്ങളോളം ആ പണി അവിടെ സ്തംഭിച്ചു. അത് കഴിഞ്ഞ ശേഷമാണ് സെറുബ്ബാബേൽ ആ ദേവാലയം പണിയുന്നത്. ആ ദേവാലയത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ പൂർവ്വ പിതാക്കന്മാർ അന്നുള്ള ദേവാലയം കണ്ടിട്ടുള്ള ദൈവമക്കൾ പൊട്ടിക്കരിഞ്ഞു എന്നാ പറയുന്നതൊക്കെ ആ വേദഭാഗത്തിലുണ്ട്. വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ സെറുബ്ബാബേൽ ഒരു ചെറിയ ദേവാലയം, ഏതാണ്ട് ശലോമോൻ പണിത ദേവാലയത്തിന്റെ പകുതിയിൽ കുറവായ അളവിൽ ഒരു ചെറിയ ദേവാലയം അവിടെ പണിതു. അതിന്റെ അളവ് നെറ്റിൽ എത്ര നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നില്ല. ഏകദേശം അതിന്റെ പകുതിയോ അതിൽ ചെറുതോ ആയ ഒരു ആലയമാണ് അവിടെ സെറുബ്ബാബേൽ പണിതത്. ഇതിൽ വളരെ കൃത്യമായ ആലയം തീരുമ്പോൾ ഒരു വിഭാഗം അവർ കൈ ഉയർത്തി ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു, ഒരാലയം വന്നല്ലോ എന്ന്. എന്നാൽ ചിലർ വളരെ വ്യക്തമായി കണ്ണുനീരോടെ ഈ ആലയത്തിന്റെ ആകൃതിയും പ്രകൃതിയും അന്നത്തേതുമായി തുല്യം ചെയ്ത് അവർക്ക് വിഷമമുണ്ടായി എന്നുള്ളതും വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. 3 ഓർഡറുകളാണ് അവിടെ മേദ്യ പാർശ്യ രാജാക്കന്മാർ ആലയത്തെ സംബന്ധിച്ച് കൊടുക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഒരു പക്ഷേ ചരിത്രമായതുകൊണ്ട് നിങ്ങൾക്ക് വിരസമായി തോന്നിയേക്കാം. അങ്ങനെ വിരസമായി തോന്നുന്നതല്ല. 2ാമത്തെ ഓർഡർ കൊടുത്തത്, അപ്പോൾ ആദ്യത്തെ ഓർഡർ നടക്കാഞ്ഞത് കൊണ്ട് 2ാമത്തെ
ദാര്യാവേശൻ ഒന്നാമൻ അവിടെ രാജാവാകുമ്പോൾ, കോരശ് മാറിയിട്ട് വരുമ്പോൾ ആലയം പണിയുവാൻ തക്കവണ്ണം എസ്രയ്ക്ക് വീണ്ടും പ്രചോദനം കൊടുത്ത് ആ ആലയത്തിന്റെ പണി അവിടെ തീർത്തു. എസ്രയുടെ പുസ്തകം 6:15 നാം അത് വായിക്കുന്നു. വെറുതെ ഒന്ന് വായിച്ചു പോകാൻ തക്കവണ്ണം വായിച്ചേ. ദാര്യാവേശ് രാജാവിന്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണിതു തീർത്തു. അപ്പൊ ഞാൻ ആ വാക്യം എടുത്തു എന്നുള്ളത്. അവര് അപ്പോൾ ആലയം പണിതു തീർത്തു. അപ്പോൾ ഇത് ആരുടെ ഓർഡറിലാണ്? ദാര്യാവേശ് ഒന്നാമന്റെ ഓർഡറിലാണ്. 3-ാമത്തെ ഓർഡർ ശ്രദ്ധിക്കണേ. ഈ ആലയം പണിതത് കൊണ്ട് അവിടെ യഹൂദന്മാർക്ക് പാർക്കുവാൻ തക്കവണ്ണം പറ്റില്ല. അതുകൊണ്ടാണ് നെഹമ്യാവ് ചിത്രത്തിൽ വരുന്നത്. അവർ ദേവാലയത്തിന്റെ ആ മതിൽ പണിയുമ്പോൾ, ആ മതിൽ എന്ന് പറയുന്നത് അനേകം യഹൂദന്മാർക്ക് താമസിക്കുവാനുള്ള ഒരു പട്ടണം പോലെയാണ് ആ മതിൽ പണിയുന്നത്. ഇത് പണിയാതെ ആലയത്തിൽ ആരാധിക്കുവാൻ തക്കവണ്ണം ആരുമില്ല എന്നതാണ് അന്നത്തെ രീതി. അപ്പോൾ ഇത് പെർമിഷൻ കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അർത്ഥശ്രേഷ്ഠ രാജാവ്, ഏറ്റവും വലിയ ധനികനായ രാജാവ്, അത് വളരെ കൃത്യമായി നെഹമ്യാവിന് കൊടുക്കുന്ന പെർമിഷനാണ്. നെഹമ്യാവ് 2:8 അതും കൂടെ ഒന്ന് വായിച്ചു. നെഹമ്യാവ് 2:8. ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് ഒരു എഴുത്തും നൽകണമേ എന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. എന്റെ ദൈവത്തിന്റെ താമസിക്കുവാൻ തക്കവണ്ണം ഉള്ള സൗകര്യങ്ങൾ ഈ മതിൽ പണിയോടൊന്നിച്ച് നടക്കേണ്ടതായത് കൊണ്ടാണ് അപ്രകാരം ഒരു പെർമിഷൻ നെഹമ്യാവ് ചോദിക്കുന്നത്. ദാര്യാവേശ് ഒന്നാമന്റെ കാലത്ത് കൊടുക്കുന്ന ഓർഡർ BC 493 ആ 3-ാമത്തെ ഓർഡർ അർത്ഥശ്രേഷ്ഠ രാജാവ് യെരൂശലേമിന്റെ മതിലുകളെ പണിയുവാൻ തക്കവണ്ണം കൽപ്പന പുറപ്പെടുവിക്കുന്നത് BC 452. ശ്രദ്ധിക്കണേ, BC 452. അപ്പൊ 3 ഡേറ്റുകളും നിങ്ങൾ എഴുതിയല്ലോ. ഒന്ന് BC 533, രണ്ടാമത്തത് BC 493, മൂന്നാമത്തത് BC 452. ഇനി അതിപ്രധാനമായ ദാനിയേൽ പ്രവചനത്തിലെ ഒരു പ്രവചനം നാം ഈ തരുണത്തിൽ വായിച്ചുകൊണ്ട് ഇതിന്റെ പ്രാധാന്യത എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കാം. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ മർമ്മിക പ്രധാനമുള്ള ഭാഗത്തേക്കാണ് ഞാൻ വരുന്നത്. അത് നിങ്ങൾക്ക് വേദപഠിതാക്കൾക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ പ്രവചനങ്ങളിലെ അധ്യായങ്ങൾ തന്നെയും ഒരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല. ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾ പോലെ ഓരോരോ സംഭവങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണാണ് അറിയുന്നത്. 9-ാം അധ്യായം തുടങ്ങുന്ന കൽദേ രാജ്യത്തിന്റെ രാജാവായി ചേർന്ന അഹശ്വരോഷ്, ഇവിടെ 10-ാം അധ്യായത്തിൽ പാർസി രാജാവായ കോരശ്. അപ്പോൾ ഇതിന് മുൻപുള്ളതാണ് 10-ാം അധ്യായം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം ദാനിയേൽ പ്രവചനത്തിലെ ഏറ്റവും മാർമികമായിട്ടുള്ള ഒരു പ്രവചന സത്യത്തെ കാണിച്ചുകൊണ്ടാണ് ആ അധ്യായം തീരുന്നത്. വളരെ കൃത്യമായിട്ട് വായിച്ച്, അതുകൊണ്ട് 25-ാം വാക്യം മുതലുള്ള വാക്യം നിർത്തി വായിക്കുക. ഇന്നൊരു ബൈബിൾ പഠനമാകട്ടെ, നിങ്ങളുടെ ചിന്തയെ ഒന്ന് ഉണർത്തുവാൻ തക്കവണ്ണം അത് സാധിക്കട്ടെ. വായിച്ചേ 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. അതുകൊണ്ട് 24-ാം വാക്യം കൂടെ വായിച്ചോ സുന്ദു. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഏറ്റവും പ്രാധാന്യമേറിയ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും നമ്മുടെ നിത്യതയെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രവചനമായതുകൊണ്ട്
വളരെ സൂക്ഷ്മമായി അത് ഗ്രഹിച്ചാൽ വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഈ 70 കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും നെറ്റി വിളിക്കും, എന്തുവാ 70? 7 എന്നല്ല, മാർമിക പ്രാധാന്യമേറിയ ഒരു പ്രവചനമായതുകൊണ്ടാണ് ഞാനത് അപ്രകാരം എടുത്തത്. വിശുദ്ധ നഗരത്തിനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണവും. അപ്പോൾ അവിടെ 24-ാം വാക്യത്തിൽ പറയുന്നു നിത്യനീതി വരുത്തുവാൻ. അപ്പോൾ നിത്യനീതി എപ്പോഴാണ് വരുന്നത്? അത് 1000 ആണ്ട് വാഴ്ചയിലാണ് വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാഴ്ചയിലാണ് ഒരു നിത്യനീതി സംജാതമാകുന്നത് എന്ന് നാം മനസ്സിലാക്കിയാൽ 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇനി 25-ാം വാക്യം സിന്ധു നിർത്തി മനോഹരമായിട്ടൊന്ന് വായിച്ചേ കേൾക്കട്ടെ. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. ഞാൻ ചുരുക്കി പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്പം വിഷമമുള്ള ഒരു ഭാഗമാണ്, അതുകൊണ്ട് അപ്പൊ 7 ആഴ്ചവട്ടം അവിടെയായി. 7 എന്ന് പറഞ്ഞാൽ 7, അപ്പോൾ 7 7 49 വർഷങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, 7 ആഴ്ചവട്ടം കേട്ടു വായിച്ചോ. കിടങ്ങുമായി കഷ്ടകാലത്തിൽ തന്നെ വീണ്ടും പണിയും. അടുത്തത് 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. അപ്പോൾ 62 ആഴ്ച വീണ്ടും വന്നു, 62 ആഴ്ചവട്ടം. അപ്പോൾ 62ഉം 7 ആഴ്ചവട്ടവും 69 ആഴ്ചവട്ടം എന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ 26-ാം വാക്യം വായിച്ചു. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ അഭിഷക്തൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിത മരണത്തെയാണ് ദാനിയേൽ പ്രവചനത്തിൽ പ്രിയപുരുഷനായ ദാനിയേലിന് സർവശക്തനായ ദൈവം ഗബ്രിയേൽ മുഖാന്തരം കൊടുക്കുന്ന ആ വ്യക്തമായ അറിവാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവനാരും ഇല്ല എന്ന് വരും. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചോ. അവനാരും ഇല്ലെന്ന് വരും. പട്ടണം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വാക്യം 26-ാമത്തെ വാക്യം എന്ന് പറയുന്നത് വിശുദ്ധ നഗരത്തെ നശിപ്പിക്കുവാൻ കടന്നു വരുന്ന എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ്. ലോകത്തിലാർക്കും വിശുദ്ധ നഗരത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ 62ഉം 7ഉം 69 ആഴ്ചകൾ. മനോജ് ഭാസ്കർ എന്തോ ഇങ്ങനെ മുഖം തുറക്കുന്നത് മനസ്സിലാക്കാഞ്ഞിട്ടാണോ അതോ മനസ്സിലാക്കാൻ വിഷമം ഉണ്ടായിട്ടാണോ? മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, സ്തോത്രം. എന്നാ ഒന്ന് ചിരിക്കെ, ഞാൻ കാണട്ടെ. അപ്പൊ ചിരിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം മനസ്സിലാകുന്നറിയാം. ഓക്കെ, അപ്പോൾ 69 ആഴ്ചവട്ടം വളരെ കൃത്യമായി ഒരു പീരീഡ് തരുമ്പോൾ അതിന് നാം മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾ താമസിക്കുന്ന പൂർണ്ണതയിലുള്ളൊരു ഓർഡർ എന്ന് കൊടുത്തോ. അന്ന് മുതൽ എത്ര ആഴ്ച? 69 ആഴ്ച. മനസ്സിലായല്ലോ? ഈ ഓർഡർ എന്നാ വന്നത്? നെഹമ്യാവിന് കൊടുത്ത ഓർഡറിലാണ് ജനം താമസിക്കുവാൻ തക്കവണ്ണമുള്ള പ്രത്യേകമായിട്ടുള്ള പെർമിഷൻ അർത്ഥശക്ത രാജാവ് നൽകുന്നത്. അത് BC 452. ശ്രദ്ധിക്കണേ, ഏറ്റവും ശക്തമായ പ്രവചനം BC 452 ശേഷമാണ് ഈ 69 ആഴ്ചവട്ടം നാം കണക്ക് കൂട്ടുവാൻ. 69 ഗുണം 7 എന്ന് പറഞ്ഞാൽ എത്ര വർഷമാ? 483 വർഷം. ശരിയാണല്ലോ? 69 ഗുണം 7 എന്ന് പറയുന്നത് 483 വർഷം. അപ്പോൾ BC 452 ആദ്യത്തെ ഓർഡർ. അതിനോട് കൂടെ എന്തും കൂടെ കൂട്ടണം, 483 കൂടെ കൂട്ടണം. അപ്പോൾ BC എന്ന് പറയുന്നത് അവരോഹണ ക്രമത്തിലായതുകൊണ്ട് BC 452, 51 അങ്ങനെ വന്ന് 0 ആകുമ്പോൾ ഈ 483 ബാക്കിയുള്ളത് എന്തായി? 31 വർഷങ്ങളായി, അഥവാ AD ആയി.
BC മാറി AD വരുമ്പോൾ AD എത്രയാണ്? AD 31. AD 31 എന്താ സംഭവിച്ചത്? നാം ഒരു ഓടക്കണക്കിൽ പറയുന്നു AD 30 കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് ദാനിയേൽ പ്രവചനത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ആ പ്രത്യേകമായിട്ടുള്ള പ്രോമിസ് അഥവാ ദൈവം പ്രത്യേകമായി വെളിപ്പെടുത്തിയിട്ടുള്ള അറിവാണ് BC 452 അർത്ഥശഷ്ട രാജാവ് കൊടുത്തിരിക്കുന്ന ആ ഓർഡറിന് ശേഷം 669 ആഴ്ചകൾ അഥവാ 483 വർഷങ്ങൾ കൂടെ ഈ 452 കൂട്ടുമ്പോൾ 452 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് 31-30 വർഷങ്ങളാകുമ്പോൾ AD 30 നാം പറയുന്നു കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ആ കൃത്യമായിട്ടുള്ള സമയം ദാനിയേൽ പ്രവചനത്തിൽ അത് കൊടുത്തിരിക്കുന്ന അതിമനോഹരമായ ഭാഗമാണ്. സെറുബ്ബാബേലിന്റെ ആലയം പണിഞ്ഞ ശേഷം യെരൂശലേമിൽ സംഭവിച്ചത്. വളരെ കൃത്യമായിട്ട് നാം അത് മനസ്സിലാക്കുമ്പോൾ ഈ മനോഹരമായ ഈ വാക്യം ഇവിടെ ദാനിയേലിന്റെ പുസ്തകം ആ ചീഫ് ഹോസ്റ്റർ അതൊന്ന് മ്യൂട്ട് ചെയ്യാൻ നോക്കിയാട്ട്. അപ്പോൾ വളരെ കൃത്യമായി ദാനിയേലിന്റെ പ്രവചനത്തിൽ ഇത് പറയുമ്പോൾ 27-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ അത് സംക്ഷിപ്തമായിട്ട് നമുക്ക് മനസ്സിലാകും. വായിച്ചേ. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ട മധ്യേ അവൻ ഖനനയാകും ഭോജനയാകും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഓക്കെ, അപ്പോൾ അവസാനത്തെ ആഴ്ച എന്ന് പറയുന്നത് അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് അവസാനത്തെ ആഴ്ചയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ആഴ്ച വട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി നാം അത് ആ സംഭവത്തെ കുറിച്ച് അറിയുമ്പോൾ പൗലൂസ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ ഇതേ സംഭവമാണ് വിവരിച്ചിരിക്കുന്നത്. അതൊന്ന് വായിച്ചോ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഈ ദാനിയേലിന്റെ പുസ്തകം ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും. ഞാൻ വായിപ്പിക്കാതിരുന്ന സമയം നമ്മുടെ മുൻപാകെ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് ആർക്കുണ്ടായി? ദാനിയേലിനുണ്ടായി. അപ്പോൾ അത് കൃത്യമായി നാം വായിച്ചാൽ 9:27 എന്താ സംഭവിക്കുന്നത്? ഇതുവരെയും അത് നടന്നിട്ടില്ല. അവസാന ആഴ്ചയിൽ ഒരുവൻ വ്യാജ ക്രിസ്തുവായി വരുന്നവൻ ആലയം പണിയുവാൻ തക്കവണ്ണം അന്നത്തെ യഹൂദന് ഒരു പെർമിഷൻ കൊടുക്കുമ്പോൾ അവർ ആലയം പണിത് അവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ആ അവസാനത്തെ ആഴ്ച വട്ടത്തിൽ അവൻ എന്ത് നിർത്തിക്കളയും? ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കും. ഇതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ ആര് പറയുന്നത്? പൗലോസ് പറയുന്നത്. ഒന്നുകൂടെ വായിച്ച 4-ാം വാക്യം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് തെസ്സലോനിക്ക 2:4 ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അപ്പോൾ ഇതാണ് അന്ത്യകാലത്ത് സംഭവിക്കുന്നത്. സഭയുടെ ഉൽപ്രാപണം കഴിഞ്ഞ് ഈ ഭൂമിയിൽ യാക്കോബിന്റെ കഷ്ടകാലമാകുന്ന 7 സംവത്സരത്തിന്റെ മധ്യഭാഗത്ത് ഈ കൃത്യമായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാവിയും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. 9-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം അതൊന്ന് വായിച്ചു. 8-ാം വാക്യം തന്നെ വായിച്ചു. 8-ാം വാക്യം 9-ാം വാക്യം കൂടെ വായിച്ചാൽ അപ്പോൾ
മൂർത്തി വെളിപ്പെട്ടു വരും. ആ. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ശ്രദ്ധിക്കണേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ, ആ പ്രത്യക്ഷതയുടെ ശക്തിയാൽ നശിപ്പിക്കും. ഇതാണ് നാം വായിച്ചു കേട്ട, നാം പറഞ്ഞു കേട്ട ഹർമഗദോൻ യുദ്ധം. ഹർമഗദോൻ യുദ്ധത്തിലാണ് ഈ എതിർ ക്രിസ്തുവിനെ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു തോൽപ്പിച്ച എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നരകത്തിൽ ഇടുന്നത് എന്ന് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഈ ഭാഗമാണ് ദാനിയേലിന്റെ പ്രവചനത്തിൽ ദാനിയേലിനോട് വ്യക്തമായി ദൈവം കൊടുക്കുന്ന പ്രവചനം. എന്ന് മുതൽ അർത്ഥശിഷ്ട രാജാവ് ഈ ആലയം പണിത് തീർത്ത് ജനങ്ങൾക്ക് വാസയോഗ്യമാക്കി തീർക്കുവാൻ, അതിന്റെ മതിലുകളും പട്ടണങ്ങളും പണിയുവാൻ തക്കവണ്ണം നെഹമ്യാവിനെ ഏർപ്പെടുത്തി ഓർഡർ കൊടുക്കുന്നത് BC 452 ആകുമ്പോൾ അതിൽ നിന്ന് കൃത്യമായി 483 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 69 ആഴ്ചയുടെ ഗുണം 7, അത് 483 വർഷങ്ങൾ കൂട്ടുമ്പോൾ അഭിഷക്തൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു അവിടെ കൊല്ലപ്പെടുന്നു എന്നത് നാം മനസ്സിലാക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പ്രളയവും അവസാനവും അവിടെ കാണുന്നത് ഈ ലോകത്തിൽ സഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം അവസാനത്തെ ആഴ്ചയിൽ വ്യാജമൂർത്തി അഥവാ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കും. തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അവൻ ഇല്ലാതെയായിത്തീരും. അപ്പോൾ ഇതാളുടെ കാലത്താ സംഭവിക്കുന്നത്? സെറുബ്ബാബേൽ ആലയം പണിതപ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം അപ്രകാരം സംഭവിക്കുന്നതാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദേവാലയം എന്ന് പറയുന്നതാണ് സെറുബ്ബാബേലിന്റെ ദേവാലയം. യെരൂശലേം ദേവാലയത്തിന്റെ കണക്ക് ഞാനിപ്പോൾ അടുത്ത പ്രാവശ്യം വരുന്നുണ്ട്, ഞാനത് പറയാം. അപ്പൊ നമ്മളിങ്ങനെ വായിച്ചു പോകുന്നുണ്ടെ പറയാം. അപ്പോൾ യെരൂശലേം ദേവാലയത്തിന്റെ ഏതാണ്ട് പകുതിയോളം പോലും വലിപ്പമില്ലാത്ത ഈ സെറുബ്ബാബേലിന്റെ ദേവാലയത്തിൽ അനേകർ സന്തോഷിച്ചു, അനേകർ സന്താപപ്പെട്ടു. ഇതൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ അവിടെ യെരൂശലേമിൽ ഹെരോദാവ് രാജാവ് വാണ സമയം. ഹെരോദ രാജാവിന് മനസ്സിലായി, ഹെരോദ രാജാവ് ഈ സെറുബ്ബാബേൽ പണിത ദേവാലയത്തെ ഏറ്റവും മനോഹരമായിട്ട് പുതുക്കി അങ്ങ് പണിതു. എന്താണെന്നറിയാമോ? യഹൂദന്റെ ദേശമാണ്, യെരൂശലേമാണ്. ഇവർ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ദേവാലയമാണ്. അപ്പോൾ ആ ദേവാലയം ഏത് രീതിയിൽ ശലോമോൻ പണിതോ അതേ മെഷർമെന്റിൽ ഏറ്റവും അതിശയകരമായിട്ടാണ് ഈ ആലയം പണിതത്. ഈ ആലയം എന്ന് പണിതു എന്നറിയാമോ? ഒരു വാക്യം മാത്രം എടുത്തുകൊള്ളുക. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ ഞാൻ ജമ്പ് ചെയ്ത് പോവുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവരോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. ഓക്കെ, അതിന്റെ ആ അർത്ഥവ്യാപ്തിയിലേക്കല്ല ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഹെരോദാവ് ഈ ഹെരോദിയൻ ടെമ്പിൾ സെറുബ്ബാബേലിന്റെ ആ ആലയം മാറ്റി 3-ാമത്തെ ആലയം പണിയുമ്പോൾ അവന്റെ പണി തുടങ്ങുന്നത് BC 20 തുടങ്ങി AD 26 ആ പണി തീർക്കുന്നത്. എന്ന് പറഞ്ഞാൽ എത്ര വർഷം കൊണ്ടാ? 46 വർഷങ്ങൾ കൊണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷ വേലയിലാണ് ശിഷ്യന്മാർ വളരെ കൃത്യമായിട്ട് മത്തായി 24:1-2 വാക്യങ്ങൾ നാം അത് വായിക്കുന്നു. കർത്താവിനെ ഈ മനോഹരമായ ആലയം ശിഷ്യന്മാർ കൊണ്ട് കാണിച്ചിട്ടാണ് അത് പറയുന്നത്. വായിച്ചേ, മത്തായി 24:1-2. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന്
ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹെരോദിയൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും ശലോമോൻ ദേവാലയത്തിന് സ്പെൻഡ് ചെയ്തതുപോലെയുള്ള ഒരു സ്ഥലമല്ല എങ്കിലും അതിമനോഹരമായ അതിബൃഹത്തായ ശലോമോൻ പണിത അതേ മെഷർമെന്റിലാണ് ആരിവിടെ മൂന്നാമത്തെ ദേവാലയം ഹെരോദാവ് പണിയുന്നത്. അവിടെ യെരുശലേമിൽ പണിത് ഇത് യഹൂദന്മാർക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഈ ആലയത്തെ കുറിച്ചും കർത്താവായ യേശുക്രിസ്തു എന്താ പറയുന്നത്? ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും. അത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കിയാൽ ശലോമോൻ ദേവാലയത്തിന്റെ വലിപ്പം, ഈ രണ്ട് ശലോമോന്റെ ദേവാലയത്തിന്റെ വലിപ്പവും ഹെരോദാവ് പണിത ദേവാലയത്തിന്റെ വലിപ്പവും ഒന്നാണ്. 180 അടി നീളം, 90 അടി വീതി, 50 അടി ഉയരത്തിലാണ് ഈ ആലയം പണിയുന്നത്. ശലോമോൻ ദേവാലയത്തിന്റെ മെഷർമെന്റ് തന്നെയാണ് ഏതിന്റെ മെഷർമെന്റ്? ഈ ഹെരോദ്യ രാജാവ് പണിത ഈ പ്രത്യേകമായിട്ടുള്ള ഈ ആലയം. പക്ഷെ നമുക്കറിയാം, AD 70 തീത്തോസ് കടന്നു വന്ന് ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ തകർത്ത് കളഞ്ഞപ്പോൾ, നെബൂഖദ്നേസർ രാജാവ് കടന്നു വന്ന് കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിച്ചപ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു, ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഇതേ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് തിരഞ്ഞെടുക്കുവാനുണ്ട്. അത് ശലോമോന്റെ മണ്ഡപത്തിലാകട്ടെ. പത്രോസ് ആദ്യത്തെ മാനസാന്തര പ്രസംഗം ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുവാൻ വേണ്ടി ശലോമോന്റെ മണ്ഡപത്തെ തൊടാതെ നെബൂഖദ്നേസർ രാജാവിനെ അവിടെ നിന്ന് പലായനം ചെയ്യിക്കുമ്പോൾ വ്യക്തമായി ഹെരോദ്യൻ രാജാവും അതേ ശലോമോന്റെ മണ്ഡപത്തെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് മനോഹരമായ ദേവാലയം പണിയുമ്പോൾ ദൈവം AD 30-31 കാലയളവിൽ തന്റെ അഭിഷക്തനെ ക്രൂശിന്മേൽ തറച്ച യഹൂദന് കൊടുത്ത ഫൈനൽ വാർണിംഗ് ആണ് അടുത്ത 40 വർഷത്തെ പ്രത്യേകമായ ഒരു പ്രൊബേഷണറി പീരീഡ്. അതിൽ യഹൂദൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ, രക്ഷകൻ എന്നുള്ള പ്രാധാന്യം കൊടുക്കാതെ, വീണ്ടും അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ചുകൊണ്ട് ലോകത്തിൻ്റെതായ മ്ലേച്ഛതകളിലേക്ക് വീണ്ടും അവർ മുങ്ങിപ്പോകുമ്പോൾ തീത്തോസ്, റോമൻ ചക്രവർത്തിയുടെ മകനായ തീത്തോസ് കടന്നു വന്നിട്ട് ലോകം ഇതുവരെ അന്ന് വരെ കാണാത്ത രീതിയിൽ യഹൂദനെ നിർദ്ദയം കൊന്ന് ഈ യെരുശലേം ദേവാലയത്തെ നശിപ്പിച്ചു എന്നതാണ് ചരിത്രം. ശ്രദ്ധിക്കണേ, ആലയം എത്ര ഉന്നതമായാലും ദൈവത്തിന്റെ കൽപ്പനകളും നിയോഗങ്ങളും പ്രമാണങ്ങളും നാം അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ അത്രത്തോളം ഭയങ്കരമാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ, ശലോമോന്റെ മണ്ഡപം കൂടാതെ ദൈവം ശേഷിപ്പിച്ച ഒരു കെട്ടിടം അഥവാ ഒരു പ്രവർത്തനം കൂടെ അവിടെ ഉണ്ട്. അതിനെയാണ് വെസ്റ്റേൺ വാൾ എന്ന് നിങ്ങൾ കേട്ടുണ്ടല്ലോ. വെസ്റ്റേൺ വാൾ എന്ന് കേട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. പടിഞ്ഞാറേ വാള്, അതിന്റെ ഏകദേശം 160 അടിയോളം നീളത്തിൽ അതിഗംഭീരമായ ആ വെസ്റ്റേൺ വാൾ 1982 ഞാൻ അവിടെ പോയതാണ്. ഞങ്ങൾ അവിടെ പോയത്. ഈ വെസ്റ്റേൺ വാളിൽ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളുടെ വലിപ്പം എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. 44.5 അടി നീളം ഒറ്റ കല്ലിന്റെ വലിപ്പമാണ്. 14 അടി വീതി, 11 അടി ഉയരം. ഇതിന്റെ തൂക്കം എത്രയാണെന്ന് അറിയാമോ? ഉദ്ദേശം 570 ടൺ ഒരൊറ്റ കല്ലിന്റെ തൂക്കം. ഈ വെസ്റ്റേൺ വാള് അവിടെ നിർത്തിയിരിക്കുന്നതിന്റെ ഏക ഉദ്ദേശം, ശലോമോൻ എന്ന ആ വെസ്റ്റേൺ വാൾ പണിതോ അതിനെ ഇത് ഒരു വിധത്തിലും നശിപ്പിക്കാതെ ഒരു ചെറിയ ഭാഗം അവിടെ സൂക്ഷിച്ചതിന്റെ കാര്യം എന്തെന്നറിയാമോ? സ്വർണങ്ങളാൽ വെള്ളികളാൽ നിബിഡമായ യെരുശലേം ദേവാലയം ഇവർ ചുട്ടരിക്കുമ്പോൾ ഈ സ്വർണമെല്ലാം ഉരുകി കല്ലിന് കീഴിലേക്ക് പോകുമ്പോൾ ആ സ്വർണം എടുക്കുവാൻ വേണ്ടിയാണ് കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ ഇവർ ഈ ദേവാലയത്തെ നശിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഈ ഔട്ടർ വാളിന് എന്തുവാ ഈ സ്വർണമുള്ളത്?
അവിടെ സ്വർണമൊന്നുമില്ല. അപ്പോൾ 3 കാരണങ്ങളാണ് അവിടെ ഉള്ളത് എന്തുകൊണ്ട് ഈ വോള് അവർക്ക് തകർക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ പോയി. ഒന്ന്, ഒരൊറ്റ കല്ലിന്റെ വെയിറ്റ് 570 ടൺ. പടിഞ്ഞാറൻ വോളിന്റെ അടിയിൽ കൂടെ ഒരു പ്രത്യേകമായ വഴി അവർ സജ്ജമാക്കിയിട്ടുണ്ട്. അതിലേക്കൂടെ ടൂറിസ്റ്റുകൾക്ക് കടന്നു പോകാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഗൈഡ് പറയും കല്ല് തുടങ്ങുന്ന എവിടെ നിന്നാ? അപ്പോൾ 44 അടി നീളം വരെ എന്തുണ്ട്? എല്ലാ കല്ലുകളും നല്ല പറഞ്ഞു അടിസ്ഥാന കല്ലുകൾ. ആ 44 അടി വരെയുള്ള ആ നീളം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതാണ് ഈ കല്ലിന്റെ എൻഡ് എന്നവരെ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാ ക്രെയിൻ ഇല്ലാത്ത, JCB ഇല്ലാത്ത, യാതൊരു ആധുനിക സജ്ജീകരണവും ഇല്ലാത്ത സമയത്ത് ഈ കല്ലുകളൊക്കെയും ദേവാലയത്തിന്റെ മതിൽ പണിക്ക് വേണ്ടി ഇപ്രകാരം അവിടെ കൊണ്ടു ചെന്നത് എന്ന് ലേവലേശം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വിരിപ്പാൻ തക്കവണ്ണം സമയമില്ല എന്ന് ഇരുന്നാലും 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ സിന്ധു ഉറക്കെ ഒന്ന് വായിച്ച് എല്ലാവരും ഒന്ന് കേൾക്കണം. ശലോമോന് 70,000 ചുമട്ടുകാരും മലയിൽ 80,000 കല്ല് വെട്ടുകാരും ഉണ്ടായിരുന്നു. ആലയത്തിന് എത്തിയ കല്ലുകൊണ്ട് അടിസ്ഥാനം ഇടുവാൻ അവർ രാജകൽപ്പന പ്രകാരം വിശേഷപ്പെട്ട വലിയ കല്ല് വെട്ടി. ശലോമോന്റെ ഇത്രേ ഉള്ളൂ. എത്ര കല്ലുവെട്ടുകാർ? എത്ര? 80,000. ഇത് ചുമക്കുന്ന ആൾക്കാർ എത്ര? 70,000. അപ്പോൾ ഏത് രീതിയിലാണ് ഇവർ കയറ് കെട്ടി 70,000 ആൾക്കാരാണ് ഈ കല്ല് മലമുകളിലേക്ക് കൊണ്ടുപോകുന്നത്? അവിടെ കൃത്യമായി 1 രാജാക്കന്മാർ 6:7 ശലോമോന്റെ ജ്ഞാനം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചോ. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. ഇതുകൊണ്ടാണ് ഈ പവർ സിസ്റ്റം ഒക്കെ പള്ളിയിൽ ഇത്രയും ചെവി പൊട്ടിക്കുന്ന മാതിരി വെക്കല്ലേ എന്ന് പറയുന്നത്. ഈ ശബ്ദമെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെവി പൊട്ടിപ്പോവും. ആ കണ്ണിന് ഈ ഇമ്പമായിട്ട് ബിനു ചിരിക്കുന്നു അത് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇമ്പമായ സ്വരത്തിൽ വെച്ചാ ഇതൊക്കെ കേൾക്കാം. പക്ഷെ ശലോമോൻ അതുപോലും ചെയ്തില്ല. എല്ലാം അവിടെ വെച്ച് തീർത്തോ, ഇവിടെ വരുന്ന ഈ പരിപാടിയൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അങ്ങ് നിർത്താം. 2 ദിനവൃത്താന്തം 2:17-18 വാക്യം. അനന്തരം ശലോമോൻ ഇസ്രായേൽ ദേശത്തിലെ അന്യന്മാരെ ഒക്കെയും തന്റെ അപ്പനായ ദാവീദ് എണ്ണം നോക്കിയതുപോലെ എണ്ണം എടുത്താറേ 1,53,600 പേർ എന്ന് കണ്ടു. അപ്പോൾ കൃത്യമായി നാം ഇത് വായിക്കുമ്പോൾ ദേവാലയത്തിന് വേണ്ടി ദാവീദ് സംഭരിച്ച ഭണ്ഡാരത്തിലെത്തുക കൂടാതെ കൃത്യമായി ഒരു വലിയ ലേബർ ക്ലാസിനെയും ശലോമോൻ ആ ആലയത്തിന്റെ പണി പൂർത്തീകരണത്തിനായി നിയോഗിച്ചിരുന്നു എന്നോർക്കുമ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും വെസ്റ്റേൺ വാളിലെ ഈ 160 അടിയോളം നശിപ്പിക്കാതെ ദൈവം വിട്ടതിന്റെ അടുത്ത ഉദ്ദേശം എന്തെന്നറിയാമോ? ഇതൊക്കെയും ഇവിടെ പ്രാവർത്തികമായി ചെയ്തതാണ് എന്ന് നമ്മെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 3ാമത്തെ ദേവാലയമാണ് ഹെരോദാവ് പണിത ദേവാലയം. ഇന്നും അവിടെ യെരുശലേമിൽ ചെല്ലുന്ന ഒരാൾക്ക് ഈ വെസ്റ്റേൺ വാളിന്റെ വലിയ ആ വലിപ്പം കണ്ട് ആ ദൈവത്തിന്റെ മഹത്വം ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ കഴിയും. ഏത് രീതിയിലാണെങ്കിലും ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കാതെ, ചട്ടങ്ങൾ പ്രമാണിക്കാതെ, നിയോഗങ്ങൾ പാലിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരുവനെ ദൈവം നിശ്ചയമായും ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയും എന്നുള്ള വാണിങ്ങോട് കൂടെ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുന്നു. 3 ആലയങ്ങളായി അടുത്ത 2 ആലയങ്ങൾ അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രഹിക്കാം. വ്യക്തമായി ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. എല്ലാവർക്കും എന്റെ വിനീതമായ കൂപ്പുകൈ.